നമ്മളിൽ പലരും യാത്രകൾ ചെയ്യാറുണ്ട്, ജോലി ചെയ്ത് ജീവിക്കാറുണ്ട്. എന്നാൽ ആസ്വദിച്ച് ജോലി ചെയ്ത് യാത്രകൾ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇന്ത്യയിൽ ഉടനീളം 1,00,000 മരങ്ങൾ നടാനുള്ള ദൗത്യത്തിലാണ് ഇവരിപ്പോൾ. എൻ്റെ കൂടെയുള്ളവരുടെ ജീവിത കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അവരുടെ യാത്രകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സംഗീത് കാവ്യാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ കാവ്യ. ഞാൻ സംഗീത്. വളരെ സാധാരണക്കാരായ രണ്ട് മലയാളികളാണ്. നമ്മളുടെ രാജ്യം ഒരു 10 വട്ടം കണ്ടു, കുറച്ച് കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരിക്കാം നമ്മളിന്നിവിടെ വരാനുള്ള കാരണം. പലരും ചോദിക്കും, ഈ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടണേ? ആദ്യം സ്ഥലങ്ങൾ കാണാനായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഇന്ത്യ എനിക്ക് തോന്നുന്നു ഒരു 4-5 വട്ടം ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കറങ്ങണം. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും നമുക്ക് നമ്മുടെ സ്വന്തം വീടും കുടുംബം പോലെ ഒരു കുറച്ച് മനുഷ്യര് ഓരോരോ സ്ഥലങ്ങളിലായിട്ടുണ്ട്. ആൾക്കാരെ കാണാനാണ് ഇഷ്ടം. യാത്ര എന്ന് പറയുന്നത് ഐ മീൻ ഇൻ ടുഡേസ് വേൾഡ് ഇറ്റ്സ് ഓവർ റേറ്റഡ്. അതായത് യാത്ര എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒബ്സർവേഷൻ എന്നുള്ളൊരു സംഭവം. ശരിക്കും ഈ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടിയാണോ ആളെ കൂടെ കൂട്ടുന്നത്? ഇല്ല, അവൻ ഞങ്ങളുടെ ഒരു കഷ്ണ. നമുക്ക് സെൽഫ്ലെസ് ആയിട്ട് സ്നേഹം തരാൻ പറ്റുന്നത് മൃഗങ്ങൾക്കാണ്. സംസാരിക്കാൻ വയ്യാത്ത മൃഗങ്ങളാണ് എപ്പോഴും സെൽഫ്ലെസ് ആയിട്ട് സ്നേഹം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ല. നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇതിന്റെ കളി ഇരിക്കുന്നത്. നമുക്ക് ഒരുപാട് ചെറുപ്പത്തിലെ ഞങ്ങൾ പരസ്പരം അറിയുന്നത് കാരണം വി ലേൺ മെനി തിങ്സ് ടുഗദർ. അതുകൊണ്ട് നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഫോം ചെയ്തത് ഏകദേശം അലൈൻഡ് ആണ്. ഒന്നാണെന്നൊന്നും ഞാൻ പറയില്ല, അലൈൻഡ് ആയിട്ടാണ് എല്ലാവർക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത്രയും എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും കാണാം. പക്ഷെ ഐ നീഡ് മൈ പേഴ്സണൽ സ്പേസ് ആൻഡ് ഹി നീഡ്സ് ഹിസ്. അത് മനസ്സിലാക്കുക, ആ ബൗണ്ടറീസ് എവിടെയാന്നുള്ളത് കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. അത് ചോദിക്കേണ്ടത് വരുന്നത് ഒരു പ്രശ്നമാണ് ആക്ച്വലി ഇപ്പോഴും. ഇതാ ഈ ബാഗ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് മധ്യപ്രദേശില്, ഒരു കൊച്ചു ഗ്രാമ. അതായത് അവിടെ ആ ഗ്രാമത്തിൽ ഒറ്റ ഫ്രിഡ്ജേ ഉള്ളൂ, കരണ്ട് ഇപ്പം എടുത്താ വന്ന്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാര്. അപ്പൊ കുറച്ചു ദിവസം സംഗീതം കാവ്യം അല്ലാതെ അവർക്ക് ഒരു പേരക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു മോനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ അങ്ങനെ നടക്കും കുറച്ചു ദിവസം. ഒരു മനുഷ്യൻ ഒരൊറ്റ പെർസ്പെക്റ്റീവില് ലോക്കായി പോകും. അതിന്ന് ഒരു റിലീസ് കിട്ടുന്ന വേറെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പീപ്പിൾ. ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ തന്നെ പണിയെടുത്ത് കാശുണ്ടാക്കി ഞങ്ങൾ തന്നെ നടത്തി. ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു ഒരു 12 കൊല്ലം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നു, കല്യാണം കഴിച്ചു, ഞങ്ങളുടെ വീട്ടിൽ തന്നെ പോയി. ഈസിയർ നമ്മുടെ ചോയ്സസിനെ അവർക്ക് റെസ്പെക്ട് ചെയ്യാനും ഈ പറഞ്ഞ ഫിസിക്കൽ സ്പേസ് ആൻഡ് പേഴ്സണൽ സ്പേസസ് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബോധമുള്ള അതാണ് പോയിന്റ്. നമുക്ക് തന്നെ ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നില്ലേ? അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് വരുന്ന ഒത്തിരി ശരിക്കും കണക്ട് ആവുന്ന ആൾക്കാർ അങ്ങനത്തെ. നിങ്ങളെക്കാട്ടും ഒരു പ്രിയം കൂടുതൽ നിങ്ങളുടെ വീടാണ്. നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്ന സ്നിപ്പെറ്റ്സ് ഭംഗിയുള്ള സ്നിപ്പെറ്റ്സ് മാത്രമാണ്, അല്ലാതെ അതിന്റെ ടു മെയിൻറ്റെയിൻ ഇറ്റ് യു വിൽ ഹാവ് ടു വർക്ക് റിയലി ഹാർഡ്. ഫാമിലിയിൽ എല്ലാവർക്കും ആ ഒരു മൂഡാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. മറ്റേ ചപ്പല കൂട്ടി കത്തിക്കണ്ട, എല്ലാം തൊടി തന്നെ ഇട്ടാൽ മതി. പണം ആവശ്യമില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഇറ്റ്സ് എക്സ്പെൻസീവ്. നമുക്ക് പെർട്ടിക്കുലർലി ഇപ്പോൾ ഏത് മോഡ് ഓഫ് ട്രാവൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. നമ്മൾ എത്രത്തോളം അതിനോട് ആഗ്രഹിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് വിൽ ഹാവ് ടു വർക്ക് ഹാർഡർ ഫോർ വാട്ട് യുവർ ഡ്രീം ഇസ്. അത് ട്രാവൽ എന്നുള്ളത് മാത്രമല്ല, വാട്ട് എവർ യു വാണ്ട് ഇൻ ലൈഫ്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന 2 പേരാണ്. ഇന്ന് യാത്രകളെക്കുറിച്ച് ഞങ്ങൾ അറിയാൻ വേണ്ടി പോവാണ്. ഇവരുടെ യാത്രയുടെ കഥകൾ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം പലപ്പോഴും നമ്മുടെ ലൈഫിൽ പലരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ശരിക്കും നിങ്ങളിൽ ആരെയാണ് ഈ യാത്രകൾ ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ? ഐ മീൻ ഞങ്ങൾ ലവ് ഫിഗർ ഔട്ട് ചെയ്തത് ഐ തിങ്ക് ഇറ്റ്സ് ത്രൂ ട്രാവൽ. അതായത് കുഡ് ബി അവർ ഏജ്. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു നാട്ടുമ്പുറത്തുകാരാ. അപ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിക്കലും കാര്യങ്ങളെല്ലാം വണ്ടികളിലും അങ്ങനെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. സോ അങ്ങനെ ഇറ്റ് വാസ് ജസ്റ്റ് എ ഡേറ്റ്. പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വന്ന് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ലവിങ് ഇറ്റ്.
അങ്ങനെ ഇതിലേക്ക് വന്നതാ. പിന്നെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ സോ മെനി ബുക്സ്, മൂവീസ്. അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ. നമ്മൾ അങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് എന്നുള്ളതിനെക്കാട്ടിലും രണ്ടുപേരും ഒന്നിച്ച് അത് പഠിക്കുകയും അറിയുകയും ചെയ്തു എന്നുള്ളതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. യാത്രകളാണ് നിങ്ങളെ ഒരുമിപ്പിച്ചെന്ന് പറയാൻ വേണമെങ്കിൽ. ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതായത് വി ട്രൈ ടു ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. ഞങ്ങൾ ഫസ്റ്റ് ബാംഗ്ലൂർ പോകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ വഴി ചോദിച്ചിട്ടൊക്കെ പോയിരുന്നേ. അതായത് ഗൂഗിൾ മാപ്പ് ഉണ്ടോ, അതായത് അത് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് കോമൺ. അങ്ങനത്തെ ഒരു സാഹചര്യം. എനിക്ക് ആ സമയത്ത് നിന്ന് ഈ ഗൂഗിൾ മാപ്പ് പോലും നോക്കാൻ അറിയാത്ത ആ സമയത്ത് നിന്ന് ഇന്ന് നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ പലരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിലപ്പം എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം, യാത്ര ചെയ്യുക എന്ന് പറയണത് ഒത്തിരി പണം നമുക്ക് ആവശ്യമുണ്ടോ യാത്ര ചെയ്യാൻ എന്നൊരു ചോദ്യം വരും. അതിനെന്താ തോന്നുന്നു? നിങ്ങൾക്ക് ഇത്രയും യാത്രകൾ ചെയ്ത ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പണം ആവശ്യമില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഇറ്റ്സ് എക്സ്പെൻസീവ്. നമുക്ക് പെർട്ടിക്കുലർലി ഇപ്പോൾ ഏത് മോഡ് ഓഫ് ട്രാവൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള, ഐ മീൻ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള വേസ് ഓഫ് ട്രാവൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ എക്സ്പെൻസ് അതിൻ്റെ ഒരു മാറ്റർ അല്ല. ഹൗ മച്ച് യു വോണ്ട് ടു ഡു ഇറ്റ്, ഹൗ യു വോണ്ട് ടു ഡു ഇറ്റ്. പാഷനേറ്റ് ആണെങ്കിൽ ഐ മീൻ വി ഫിഗർ ഔട്ട് വേസ് അല്ലേ. അതായത് ഇഫ് സംബഡി വോണ്ട് സംതിങ് വി വിൽ വർക്ക് ഫോർ ഇറ്റ്. അതായത് ഇതിപ്പോ എന്താ പറയാ, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വി ഹാഡ് അവർ ടൈം. ഞങ്ങള് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, വി ഹാവ് ഡിഡ് എവറിത്തിങ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ സ്കൂളിൽ കുറെ കാലം പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബോറടി വരുന്ന പോലെ, ഐ മീൻ വി ജസ്റ്റ് ട്രൈ ന്യൂ തിങ്സ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്വപ്നങ്ങൾക്ക് കൂടുതൽ പണിയെടുക്കുക. അതായത് മണി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ദേ കം ഫ്രം മണി എന്ന് പറയുള്ളൂ. അതായത് എവരിവൺ എൽസ് ഹാവ് ടു വർക്ക് ഹാർഡ്. അപ്പോ നമ്മൾ അത്രയും സ്വപ്നം കാണുമ്പോൾ അത്രയും പണിയെടുക്കുക, അപ്പോ നടക്കും. നമ്മൾ എത്രത്തോളം അതിനോട് ആഗ്രഹിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് വിൽ ഹാവ് ടു വർക്ക് ഹാർഡർ ഫോർ വാട്ട് യുവർ ഡ്രീം ഇസ്. അത് ട്രാവൽ എന്നുള്ളത് മാത്രമല്ല, വാട്ട് എവർ യു വോണ്ട് ഇൻ ലൈഫ്. അതിന് ഒബ്വിയസ്ലി മണി ഈസ് എ മാറ്റർ, പക്ഷേ യു വിൽ ഫൈൻഡ് വേസ് ഫോർ ഇറ്റ് എന്നതായിരിക്കും. ഇപ്പം ഒത്തിരി ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ട്രാവൽ ചെയ്യും, അവിടുത്തെ വിഷ്വൽസ് ഒക്കെ നമ്മളെയും കൂടെ പരിചയപ്പെടുത്തും. അതിനപ്പുറം നിങ്ങൾ സോഷ്യലി ഭയങ്കര റെസ്പോൺസിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. അത് നിങ്ങൾ യാത്രകളിലൂടെ പഠിച്ചതാണോ, അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു നമുക്ക് ഈ രീതിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്? എവിടെ നിന്നായിരുന്നു ഒരു മാറ്റം? നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്യും. അതായത് ചെറുപ്പം നമ്മൾ വളർന്ന വീട് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് 21 പൂച്ചയുണ്ട്. വരുന്ന പട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അപ്ബ്രിങ്ങിങ് ആയിരിക്കും. നമുക്കിപ്പോൾ റിഗ്രറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ബിയറും കുപ്പി കിടക്കുന്നുണ്ടോ, അതെടുത്ത് വണ്ടിയിലിട്ടു. അതായത് നമുക്ക് ആ ഒരു മൊമെന്റിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നീട് അത് പോയിട്ട് അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, ഈ ചെറിയ ചിന്ത, ഈ ഒരു തോട്ടിലാണ് നമ്മളെല്ലാം ചെയ്യണത്. ആ തോട്ട് വരാതിരിക്കാൻ ഇപ്പൊ കാണുന്ന എന്താ നമുക്ക് ചെറുതെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് പിന്നത്തേക്ക് വെക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴും അതിന്റെ റിഫ്ലക്ഷൻ അതിലും വരുന്നു എന്നുള്ളതായിരിക്കും. സോഷ്യലി റെസ്പോൺസിബിൾ ആവാൻ വേണ്ടി റെസ്പോൺസിബിൾ ആവണല്ല, അങ്ങനെ ആയി പോണതാ. അതൊരു ബ്യൂട്ടിഫുൾ തോട്ടാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം പലരെയും നമ്മളിപ്പോ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയും, പലരും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പലരും അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജസ് നിങ്ങൾ ഇപ്പം തന്നെ വന്നു കാണുമല്ലോ. സോ ആ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോസ്, നമ്മുടെ ഓരോ വീഡിയോസ് കഴിയും തോറുള്ള ഒരു റെസ്പോൺസ്? റിയലി ഗുഡ് റെസ്പോൺസസ് നമുക്ക് കിട്ടാറുണ്ട്. ഐ മീൻ ആൾക്കാർ ലൈക്ക് ദേ റിയലി കെയർ വാട്ട് വി ആർ ഡൂയിങ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾക്ക് കറക്റ്റായിട്ട് കണക്ട് ആവണമെന്ന് പറയുന്നത്. നമുക്ക് മറ്റേ ടെക്സസ് എന്നൊരു പുള്ളിക്കാരൻ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നായിരുന്നു ബാംഗ്ലൂർക്ക്. അതായത് വന്ന് ഞങ്ങളുടെ വീട്ടിലൊപ്പിരുന്ന് ചായയൊക്കെ കുടിച്ച് ആള് അങ്ങനെ തിരിച്ചുപോയി. അതായത് അങ്ങനെ ചില മനുഷ്യരുണ്ടാവുമല്ലോ, അതായത് നമുക്ക് തന്നെ ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നില്ലേ, അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് വരുന്ന ഒത്തിരി ശരിക്കും കണക്ട് ആവുന്ന ആൾക്കാർ. ബിക്കോസ് നിങ്ങളെക്കാട്ടും ഒരു പ്രിയം കൂടുതൽ നിങ്ങളുടെ വീടാണ്. വീടിനോടൊരു ഇഷ്ടം പൊതുവെ കാണുന്ന ഓഡിയൻസിന് അതുണ്ട്. ഒരു ദിവസമെങ്കിലും അതുപോലത്തെ ഒരു വീട്ടിൽ താമസിക്കണം. പക്ഷെ ആ ഒരു വീടും അല്ലെങ്കിൽ ആ പരിസരവും ഒത്തിരി വർഷത്തെ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗം തന്നെയാണ്. നമുക്കും അങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ, അതിന് ചുറ്റുമുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യണം? അത് നല്ലോണം വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. 24/7 you will have something to do. അങ്ങനത്തെ ഒരു
എക്കോസിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സ്നിപ്പറ്റ്സ് ഭംഗിയുള്ള സ്നിപ്പറ്റ്സ് മാത്രമാണ്, അല്ലാതെ അതിന്റെ ടു മെയിൻറ്റെയിൻ ഇറ്റ് യു വിൽ ഹാവ് ടു വർക്ക് റിയലി ഹാർഡ്. ആ ഒരു ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് അവിടെ കൂനിന്റെ പാസ് ആയിട്ടുണ്ട്. അതായത് ഇത് പറഞ്ഞാൽ ഇതൊന്നും വളരെ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്യണതല്ല. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പഞ്ചായത്ത് കൃഷി ഓഫീസർ, അതായത് ഗൂഗിൾ അല്ല, ഞങ്ങളൊരു നാട്ടിൻപുറത്തുകാരാ. അപ്പോൾ അവിടെ പോയിരുന്ന അവരുടെ അടുത്ത് സംസാരിച്ച് ഇന്നിപ്പോ ഞങ്ങൾ കൂൺ വെക്കേണ്ട ദിവസമാണ്. അപ്പോൾ എന്നിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വിളി വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് നമ്മൾ ഇല്ലേ വേർക്കോ അല്ലെങ്കിൽ അതെന്താവോ ഇതെന്താവോ എന്നല്ല, നമ്മൾ നല്ലോണം പണിയെടുക്കുക, അതാണ് പരിപാടി. പിന്നെ ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, എനിക്ക് ഇവിടെ ഒരു ചെടി വേണം എന്ന് പറയുമ്പോൾ അവിടെ ചെടി വെക്കുക, അതായത് അവിടെ ചെടി വെക്കുക, അതായത് അത് വേറെ ആരെങ്കിലും വന്ന് വെക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒന്നും വെട്ടാണ്ടിരിക്കുക, അതായത് ഈ പറഞ്ഞ പോലെ മാക്സിമം എന്താ പറയുക ഒന്നിനെ ഒഴിവാക്കാണ്ട് എല്ലാറ്റിനും ഇതിനകത്ത് കൂട്ടി. എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സ്ഥലമില്ല, ആകെ മൊത്തം ചെടിയാ. അല്ല പിന്നെ നമുക്ക് ഫാമിലിയിൽ എല്ലാവർക്കും ആ ഒരു മൂഡാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. മറ്റേ ചപ്പല കൂട്ടി കത്തിക്കണ്ട, എല്ലാം തൊടി തന്നെ ഇട്ടാൽ മതി. ചെടിയൊന്നും എന്ന് വെച്ചാൽ ട്രിം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ അപ്പുറം ഒന്നിനെയും വെട്ടി കളയണ്ട എന്നുള്ളൊരു എല്ലാവർക്കും ഒരേപോലെ ചിന്ത ഉള്ളത് കൊണ്ട് ഇറ്റ്സ് പോസിബിൾ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എന്താ പറയാ ചില വീടുകളിൽ ഉണ്ടാവുമല്ലോ, അതായത് നമ്മള് മക്കള് അച്ഛന്മാര് നമ്മുടെ there will be a time we take over. അതായത് ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് പ്രൂഫും കൂടി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണു എന്നുള്ളതിലാണ് കാര്യം. ഇങ്ങനെയല്ല അച്ഛാ, ഇങ്ങനെയൊരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ അതായത് ദേ ഓൾസോ ലേൺ. അതായത് പിന്നെ പ്രോസസ്സ് അതന്നെ എത്ര നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളിപ്പോ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗം തന്നെയാണ് അവിടെ കാണുന്നത് പറയുന്നത് അല്ലേ. കാണുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ അത് പ്രോസസ്സിങ് അത് കുറെ കാലം എടുത്തിട്ടാണ്. ഞങ്ങള് വീട് ഇപ്പൊ അടുത്താണ് ഞങ്ങള് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളുടെ ചാനലിൽ. കാരണം ഇറ്റ് വാസ് മോസ്റ്റ്ലി അവർ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ യാത്ര ചെയ്യണതും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പീപ്പിൾ ലവ്ഡ് ഇറ്റ്, സോ വി തോട്ട് ലെറ്റ് പീപ്പിൾ സീ. ഇപ്പൊ ഞങ്ങൾ കുറച്ച് വുഡൻ ഹോംസ് ഒക്കെ കെട്ടിയിട്ട്, അതായത് ഹോം സ്റ്റേ അല്ല, അതായത് സംബഡി ഹു വാണ്ട്സ് ടു ഗെറ്റ് ഇൻടു ഫാമിംഗ്, ഒരു റിട്ടയർമെന്റ് തോട്ട്. ഞാനത് ചോദിക്കാൻ വരും, റിട്ടയർമെന്റ് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സംസാരിക്കുന്ന ആളുകളുടെ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയായിരിക്കും ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു സത്യത്തില്. അതായത് ഇറ്റ്സ് മോർ ലൈക്ക് എന്താ പറയാ ഇതൊക്കെ തന്നെ, ഇതിന്റെയൊക്കെ തന്നെ കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോവാം. മോർ ഫാമിംഗ്, മോർ ടൈം ഇൻ ടു ഡൂയിങ് ദ തിങ്സ് വി ലവ്. ഇപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രെയിൻ കുറച്ചും കൂടി കുറയുന്ന ഒരു പീരിയഡിനെയാണല്ലോ നമ്മൾ റിട്ടയർമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന കാര്യങ്ങളല്ലാതെ ശരിക്കും പ്രൊഫഷണലി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കൂടെ അറിയാനുള്ള ആഗ്രഹം. ഞാൻ ഒരു MBA ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു MNCയിൽ സെയിൽസ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു, പാരമന്ത്ര എന്ന് പറഞ്ഞ ഒരു US ബേസ്ഡ് കമ്പനിയിൽ. ഇപ്പോൾ അതേ കമ്പനിയിൽ തന്നെ ഐ വർക്ക് ആസ് ഫ്രീലാൻസ്. അതായത് ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ഓഫീസ്. അതായത് ഐ ഹാവ് എ ബഞ്ച് ഓഫ് ക്ലയൻറ്റ്സ്. അതായത് അവരുടെ അടുത്ത് നിന്ന് റെഫറൻസ് കാര്യങ്ങൾ ത്രൂ പരിപാടികൾ നടക്കും. ദെൻ മാർക്കറ്റിംഗ് കൺസൾട്ടിങ് ഉണ്ട്. സോ ഇറ്റ്സ് മോസ്റ്റ്ലി IT മാർക്കറ്റിംഗ്. ഞാൻ പ്രൊഫഷണലി ഡയറി ടെക്നോളജിസ്റ്റ് ആണ്. എൻ്റെ PhD വർക്ക് പെൻഡിങ്ങിലാണ്, അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യാനും കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു വർക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. കുറച്ച് പീരിയഡ് ഓഫ് ടൈം റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതേ ഒരു സെയിൽസും മാർക്കറ്റിങ്ങും തന്നെ. ഈ യാത്രകളുടെ കൂടെ തന്നെ നിങ്ങൾ ഒരു മിഷൻ കൂടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുടനീളം 100,000 മരങ്ങൾ നടുക. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു സത്യത്തിൽ ഈ ഒരു തോട്ട് വന്നത്? ഓൾറെഡി നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും പ്രകൃതിയോടും മരങ്ങളോടും മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം. എനിക്ക് അവിടെ നിന്നായിരിക്കും തോട്ട് വന്നതെന്ന് അറിയാമെങ്കിലും ഇതിൻ്റെ ഒരു ഐഡിയ ആദ്യം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞങ്ങളൊരു 3 കൊല്ലം ഫുൾ ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വി നെവർ കെയിം ഹോം. 3 മാസം മൊത്തം വണ്ടിയിൽ തന്നെ വർക്ക് ചെയ്ത് മൊത്തം ഓൾ ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ലിവ് ഔട്ട് ഓഫ് അവർ കാർ. അതായത് ഇതേപോലത്തെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ലിവ് ഹിയർ ടെക്നിക്കലി. ഇപ്പൊ നമുക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു മരം ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഈ സിമ്പിൾ തോട്ടാണ്. അതായത് അതിന്റെ കൂടെ തന്നെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ കാണാറില്ലേ ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു ചേച്ചി ഇരുന്നിട്ട് എന്തെങ്കിലും ലഡ്ഡു ജിലേബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിൽക്കണു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മരം നട്ട് കഴിഞ്ഞാല്
നമ്മൾ കുറച്ചും കൂടിയൊക്കെ വയസ്സായി, ലെറ്റ്സ് സേ വി ആർ റിയലി ഓൾഡ്, ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഒരു പഴയ ബൈക്ക് എന്തെങ്കിലും എടുത്തൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ നട്ടൊരു മരത്തിന്റെ താഴെ ഏതെങ്കിലും ഒരു ചേച്ചിയും കുറച്ച് കുട്ടികളും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവടം ചെയ്യേ, അല്ലെങ്കിൽ ഒരു മഴ വരുമ്പോൾ ആരെങ്കിലും എന്നാൽ കുറച്ച് തണൽ എന്ന് പറഞ്ഞ് കയറി ഇത്ര കണ്ടാൽ മതി, ഇത്രേ ഉണ്ടായുള്ളൂ ചിന്ത. അപ്പൊ ഇതേപോലെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നിയത് നമുക്ക് കുറച്ച് മരം വെക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാ. നമുക്ക് പറ്റുന്ന, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എത്രത്തോളം നോക്കി നോക്കാം എന്നുള്ളൊരു ലൈനിൽ തുടങ്ങിയത്. അങ്ങനെയാണ് 10,000 എണ്ണത്തിൽ ഞങ്ങൾ ഇറങ്ങിയത്. 10,000 എണ്ണം സക്സസ്ഫുള്ളി മൊത്തം ഇന്ത്യയിൽ ചെയ്തു. അപ്പൊ പിന്നെ നല്ല മോട്ടിവേഷനായി. അതായത് 5 കൊല്ലത്തിൽ 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ നമ്പർ ആണെങ്കിലും നടക്കാത്ത പരിപാടിയൊന്നുമല്ല. 10,000 പ്ലസ് പിന്നെ ഒരു ഫ്യൂ മന്ത്സിലുള്ള നമ്പർ കറക്റ്റ് ഒരു 15-20 അടുത്ത് ആയിട്ടുണ്ടാവും. പക്ഷെ അത് ചില്ലറ കാര്യമല്ലേ, നമ്മളൊരു തോട്ട് നമ്മളത് ആഗ്രഹം പോലെ അത് സാധിക്കാം. അല്ല, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മാത്രം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രാവലിംഗ് അക്രോസ് ഇന്ത്യ അല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നു, ഇപ്പൊ കണ്ടു. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്ന ആൾക്കാരാണ് ഇത് പ്രാവർത്തികമാക്കണേ. അതായത് ഞങ്ങൾ മരം കൊണ്ട് കൊടുക്കണു. അതായത് ഇതിപ്പോ തൻ്റെ വീട്ടിന്റെ പരിസരത്ത് ഒരു 5 വിത്ത് തന്നു കഴിഞ്ഞാൽ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഞങ്ങളിങ്ങനെ കോളേജിന്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ വണ്ടി കൊണ്ടിട്ടിട്ട് മോനെ ഒരു കാര്യം ചെയ്യോ, ഒരു ഹെൽപ്പ് ചെയ്യോ, ഈ കൊണ്ടിട്ട് ഇത് വെക്കോ എന്നൊക്കെ പറഞ്ഞു അവന്റെ പേരും മേൽവിലാസം ഒക്കെ എഴുതി മേടിച്ച് അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ആവണേ. അതുപോലെ ഐ മീൻ ഇറ്റ്സ് മോർ ലൈക്ക് സെയിൽസ്. ഞങ്ങൾ വലിയ ഓർഗനൈസേഷൻ IT കമ്പനിയിലൊക്കെ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ച് ദെൻ വി നെവർ ഹാഡ് സോഷ്യൽ മീഡിയ റീച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ പണ്ട് വിൽക്കാൻ വരില്ലോ ആൾക്കാർ ഓരോ സാധനങ്ങൾ. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ചില ആൾക്കാർ നമ്മുടെ അടുത്ത് കാശ് വരെ ചോദിച്ചിട്ടുണ്ട് ഈ മരം വയ്ക്കണേന്. ദേ വോണ്ട് അസ് ടു പേ ദം. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ്സ് അതെ, അതിന്റെ പാർട്ടിസിപ്പേഷൻ. അല്ലാണ്ട് ഇപ്പൊ നമുക്കൊരിക്കലും ഇപ്പോൾ 1 ലക്ഷം മരം ഞാൻ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിനെ ആര് നോക്കുന്നു എന്നുള്ളതാണ്, അത് സർവൈവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്തുള്ള മെയിൻ കാര്യം. അപ്പൊ നമുക്കുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ ത്രൂ വളരുന്ന ഒരു നെറ്റ്വർക്ക്, അതിലൂടെയാണ് ഇത് സക്സസ്ഫുൾ ആവുന്നത്. 70% ആണ് നമ്മുടെ സക്സസ് റേറ്റ്. ഈ പലരും ചോദിക്കും ഈ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടണേ എന്ന് ചോദിക്കാറുണ്ട്. എന്തിനാ ഇപ്പൊ യാത്ര ചെയ്യണേ, എന്തിനാ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ശരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്താ കിട്ടണേ? നല്ല സന്തോഷമാണ്. ആദ്യം സ്ഥലങ്ങൾ കാണാനായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഇന്ത്യ എനിക്ക് തോന്നുന്നു ഒരു 4-5 വട്ടം ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കറങ്ങണം. അപ്പോ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കാണാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതാ ഈ ബാഗ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് മധ്യപ്രദേശില്, ഒരു കൊച്ചു ഗ്രാമ. അതായത് അവിടെ ആ ഗ്രാമത്തിൽ ഒറ്റ ഫ്രിഡ്ജേ ഉള്ളൂ, കറണ്ട് ഇപ്പൊ എടുത്താ വന്ന്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സ്ഥലത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാര്. ഇപ്പൊ നമ്മളെ വീട്ടില് കാത്തിരിക്കണ പോലെ അവിടെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാം കുടുംബം പോലെ. അപ്പൊ അവിടെ പോകുമ്പോ അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ് സത്യത്തിൽ. ഇപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ നമ്മളെവിടെ പോയാലും നമുക്ക് നമ്മുടെ സ്വന്തം വീടും കുടുംബം പോലെ ഒരു കുറച്ച് മനുഷ്യര് ഓരോരോ സ്ഥലങ്ങളിലായിട്ടുണ്ട്. അവരെ കാണാൻ പോവാന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോഴത്തെ മെയിൻ ഡ്രൈവ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ത്രൂ കണക്റ്റഡ്. ഇപ്പോ ലെറ്റ്സ് സേ നമ്മൾ ഹിമാചലിൽ പോയി, അവിടെ ഇപ്പൊ നമുക്ക് കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളിട്ട പേരാട്ടോ. അല്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ കൂടെ പോയിട്ട് പിന്നെ പുള്ളിക്കാരന്റെ വേറൊരു ഫ്രണ്ടിനെ കാണണം. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി നടക്കണേ. അപ്പൊ പുള്ളിക്കാരൻ ചില്ല് ചെയ്യുന്ന ഡെയിലി സ്പോർട്സ് ഒക്കെ പോകുന്നു. ആളുടെ കുടുംബക്കാരുടെ വീട്ടില് അവരുടെ കല്യാണം, കളിയാട്ടം, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് സ്ഥലങ്ങൾ കാണാൻ പോയ ആളുകൾ ഇപ്പൊ മനുഷ്യരെ തേടി പോവാണ്. ആൾക്കാരെ കാണാനാണ് ഇഷ്ടം. എനിക്കത് ആ ഒരു നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ പുതിയ പുതിയ മനുഷ്യരെ കാണാം, അവരുടെ ചിന്തകൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒബ്സർവ് ചെയ്യുക, അങ്ങനെ ജീവിക്കുന്ന 2 മനുഷ്യരായിട്ടാണ് തോന്നുന്നത്. ശരിയാണോ? അതെ, ആയിരിക്കും. അവരുടെ കൂടെ കുറച്ചു ദിവസം അവരുടെ POV ഉണ്ടാവില്ല, എങ്ങനെ അവര് കാഴ്ചപ്പാടുകൾ എങ്ങനെയാ. അപ്പൊ കുറച്ചു ദിവസം സംഗീതം കാവ്യം അല്ലാതെ അവർക്ക് ഒരു പേരക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു മോനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ അങ്ങനെ നടക്കും കുറച്ചു ദിവസം. അതൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരേ പെർസ്പെക്റ്റീവിൽ നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യൻ ഒരൊറ്റ പെർസ്പെക്റ്റീവിൽ ലോക്കായി പോകും. അതിന്ന് ഒരു റിലീസ് കിട്ടുന്ന വേറെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പീപ്പിൾ, അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു കുറച്ച് ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോഴും അതിന്റെ ഇൻഫ്ലുവൻസസ് ഉണ്ടാവും ഫോർ ദ ബെറ്റർ എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ട് ഒരു ചേഞ്ച് അങ്ങനെ ഉണ്ടോ യാത്രകൾ ചെയ്തിട്ട്? ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലായിടത്തും ഓക്കെയാണ് ഇപ്പോൾ.
ഫ്ലെക്സിബിൾ ആണ് എല്ലാവരും. അങ്ങനത്തെ ഇതൊന്നുമില്ല. അതായത് ഇന്ന നേരത്തെ ഇന്ന ഭക്ഷണം കിട്ടണം, അതായത് അതെ, ഇന്ന നേരത്തെ ഭക്ഷണം കിട്ടിക്കോളണം, അങ്ങനെയൊന്നുമില്ല. നിർബന്ധങ്ങളൊന്നുമില്ല. ഓക്കെ. ശരിക്കും ഒരു യാത്ര, ശരിക്കും ഇപ്പോഴും യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ സമയത്തിന്റെ പ്രശ്നം, തിരക്കുകള്, ജോലി അല്ലെങ്കിൽ പണം, ഇതൊക്കെ ഒരു വിഷയമായിട്ട് നാളെ എന്ന് മാറ്റി വെക്കാണ്. ശരിക്കും എങ്ങനെ നമുക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാം? നിങ്ങൾ ഇത്ര യാത്രകൾ ചെയ്ത ഒരാളാണ്. അതില്ലേ, എനിക്ക് തോന്നുന്നു യാത്ര എന്ന് പറയുന്നത്, ഐ മീൻ ഇൻ ടുഡേസ് വേൾഡ് ഇറ്റ്സ് ഓവർ റേറ്റഡ്. അതായത് യാത്ര എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒബ്സർവേഷൻ എന്നുള്ളൊരു സംഭവം. അതായത് നമ്മളിപ്പോൾ നമ്മുടെ അടുത്തുള്ളത് കാണാണ്ടോ ദൂരെ പോയിട്ട് കണ്ടിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ. അതായത് എങ്ങനെ കാണുന്നു എന്നുള്ളതായിരിക്കും, എവിടെ പോയി കാണുന്നു എന്നുള്ളതിനെക്കാട്ടിലും. നമ്മളിപ്പോ ഇവിടെ ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ബീച്ചിൽ വരുന്നത്. ഇത് ഞങ്ങൾ ഇതുവരെ വളരെ രസമായിട്ട് തോന്നുന്നു. ഐ മീൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യൂ ആണ്. ബീച്ചസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സെറ്റിങ്ങിൽ, ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ, സോ നമുക്ക് ഇത്രയൊന്നും സ്പെൻഡ് ആവേണ്ട കാര്യമില്ല ആക്ച്വലി. ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ എന്താണ് ട്രാവൽ എന്നുള്ള, അത് പല പെർസ്പെക്റ്റീവ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുന്നതാണ്. അത് ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു 5 ദിവസമുണ്ട്. 5 ദിവസമാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളൂ. ഈ 5 ദിവസം കൊണ്ട് ഐ മീൻ വി വോണ്ട് ടേക്ക് എ ഫ്ലൈറ്റ് ടു മണാലി. ഞങ്ങളത് ചെയ്യില്ല. ഒരു എന്താ പറയുക, 100 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് 3 ദിവസം 4 ദിവസം അവിടെ നിന്ന് തിരിയാൻ പറ്റുവെച്ചാൽ ആ പരിപാടി പിടിക്കും. അതായത് നമ്മൾ അതിനോട് ആണ്, ആ ഒരു ടൈപ്പ് ഓഫ് ട്രാവലാണ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്നത്. അതുകൊണ്ടാണ് 3 കൊല്ലം എടുത്തത് ഇന്ത്യ കാണാൻ. പെട്ടെന്ന് പോണു. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു വൈബിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ നമ്മുടെ വീട്, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ നമ്മുടെ ജോലി, ബോസ്, സ്ട്രെസ്സ്, ഈ സാധനങ്ങൾ നമ്മുടെ തലേന്ന് പോകണമെങ്കിൽ ഒരു 1.5-2 ദിവസം വേണം. അതായത് അല്ലാതെ നമ്മൾ അവിടെ എത്തി എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും യു ആർ അറ്റ് എ ന്യൂ പ്ലേസ് ബട്ട് യു ആർ ദ സെയിം പേഴ്സൺ. ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉള്ള അതേ ആളാണ് അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ അവിടെ എത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിൻലി റോഡ് ട്രാവൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഫ്ലൈറ്റ് ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ റീച്ച് ദെയർ ഫാസ്റ്റ്, പക്ഷേ ഇതേ മെന്റൽ ലോഡും കൊണ്ടാണ് നിങ്ങൾ അവിടെ എത്തുന്നത്. ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഹെഡ് ക്യാൻ ക്ലിയർ അപ്പ്. സമയപരിധി അങ്ങനെ ഇത്ര സമയത്തിനുള്ളിൽ പോയി വരണം, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ യാത്ര ചെയ്യാറില്ല. അതായത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ വല്ല പുസ്തകമൊക്കെ വായിച്ചിട്ടൊരു ഭാഗത്തിരിക്കും. ഐ മീൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി പ്ലാനിങ്. അതായത് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇവിടെ സംസാരിക്കണു. എനിക്ക് 21st ഞങ്ങൾ കൊടൈക്കനാലിൽ പോകും. എന്നിട്ടൊരു 3-4 ദിവസം കൊടൈക്കനാലിൽ ഉണ്ടാവും. അവിടെ നമ്മുടെ ഒരു അനിയൻ ചെക്കനുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിണ്ടിക്കലിൽ പോകും. ഡിണ്ടിക്കലിൽ ഒരു അമ്മൂമ്മ ഉണ്ട്. ഈ ആൾക്കാരൊക്കെ യാത്രയിൽ പരിചയപ്പെട്ട ആളുകളാണോ? അതെ. അവരൊരു ഫാമാണ് അവിടെ. അപ്പോൾ കുറച്ച് ദിവസം അവിടെ വർക്ക് ചെയ്തിട്ട് പിന്നെ വി വിൽ ഗോ ടു നോർത്ത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെല്ലാരും ഒരു പ്ലാൻ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ പ്ലാനിനകത്ത് ഒരുപാട് ഫ്രീ സ്പേസസും ഉണ്ട്. നവംബർ ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്ത അങ്ങനെയുള്ളൂ. അല്ലാണ്ട് 21 മുതൽ 25 വരെ അങ്ങനത്തെ പരിപാടി ഇല്ല. എനിക്ക് അതും യാത്രയെ കുറച്ചും കൂടി നമുക്കൊരു സമാധാനവും ടെൻഷൻസ് ഒഴിവാക്കും. അതെ, ഒരുപാട് ചെക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് മാത്രമേ ശ്രദ്ധിക്കൂ. നമ്മൾ എന്തിനു വന്നു എന്നുള്ളത് മറന്നു പോകും അതിന്റെ ഇടയിൽ. എനിക്ക് ട്രാവലിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കാറിൽ പോകുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഹോം ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുക. കൂടെ ഒരാളെയും കൂടെ കൂട്ടാറുണ്ട്. ശരിക്കും ഈ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടിയാണോ ആളെ കൂടെ കൂട്ടുന്നത്? ഇല്ല, അവൻ ഞങ്ങളുടെ ഒരു കഷ്ണം. ഐ മീൻ സേഫ്റ്റി ഫാക്ടർ ഒബ്വിയസ്ലി ഉണ്ട്. ഡോഗ് കൂടെ ഉള്ളത് എന്തായാലും ഒരു സേഫ് എലമെന്റ് തന്നെയാണ്. നമുക്ക് ആളെന്നെ കാണുമ്പോൾ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടുകൾ കുറച്ചൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെന്താന്ന് വെച്ചാൽ ആളില്ലാണ്ടപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പേഴ്സണലി പറ്റില്ല. അവനിപ്പോ ഒരു ദിവസം ഒരു സ്ഥലത്താക്കിയിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മെന്റലി ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ എവരിവൺ ഫീൽസ് ലോൺലി വൺസ് ഇൻ എ വൈൽ അല്ലേ? അതായത് അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്താ പറയാ, പുള്ളിക്കാരന്റെ മൊത്തം ലോകം നമ്മളല്ലേ. അപ്പൊ അവൻ വന്നിട്ട് ഒന്ന് നക്കി അവനൊന്ന് കളിച്ച് കാണുമ്പോ വി ജസ്റ്റ് ഫോർഗെറ്റ് ദാറ്റ്. അതായത് അറ്റ്ലീസ്റ്റ് വി ഹാവ് ഹിം. അതായത് ഈ ഒരു മൊമെന്റ് ഓൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളൊരു ചിന്തയില് അത് കംപ്ലീറ്റ്ലി കട്ടാവും. അപ്പോൾ എനിക്ക് തോന്നണ്
അവന് നമ്മളെ വേണ്ടതിനെക്കാട്ടിലും നമുക്കാണ് നമുക്കാണ് അവനാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതാണ് ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ പെറ്റ്സിനൊക്കെ വളർത്തുമ്പോഴും നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ ഒരു മൈൻഡ് ഫ്രീ ആവും എന്നൊക്കെ പറയുന്നത് ആളുകള്. അല്ല, നമുക്ക് സെൽഫ്ലെസ് ആയിട്ട് സ്നേഹം തരാൻ പറ്റുന്നത് മൃഗങ്ങൾക്കാണ്. സംസാരിക്കാൻ വയ്യാത്ത മൃഗങ്ങളാണ് എപ്പോഴും സെൽഫ്ലെസ് ആയിട്ട് സ്നേഹം കാണിക്കുന്നത്. അവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് വൺസ് യു എക്സ്പീരിയൻസ് ഇറ്റ് യു വിൽ ഓൾവേസ് നീഡ് എ പെറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മൃഗങ്ങളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പഠിക്കാൻ കുറെ ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കണു, കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കും. ഡോഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹി ജസ്റ്റ് റൺ ടുവേർഡ്സ് ദ വാട്ടർ. അതായത് അവൻ ചിലപ്പോൾ വെള്ളത്തിൽ ചാടും, അത് കഴിഞ്ഞ് കുറച്ച് മണലിൽ കളിക്കും. അപ്പോൾ ഇതൊക്കെ മനുഷ്യർക്കും യുനോ വി ഓൾസോ ആർ സപ്പോസ് ടു ഡു ഇറ്റ് അല്ലേ. അതായത് ചളി കണ്ട ചളിയിൽ ഓടണം, അതായത് ജസ്റ്റ് പ്ലേഫുൾനെസ് അല്ലേ. നമ്മൾ വല്ലാണ്ട് ടൈറ്റ് ആവുന്ന സമയത്ത് അവരെ കൂടെ കുറച്ചും കൂടി ജീവിക്കുമ്പോൾ അല്ലേ ലൈഫ് ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് തോന്നും. ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാൾ പറയുന്ന അടുത്ത ആൾക്ക് കൺവേ ആവുന്നത് വളരെ എളുപ്പത്തിലാണ്. കാരണം ഒരേ മൈൻഡ് സെറ്റ് ആണ് രണ്ടുപേർക്കും, ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോസും ട്രാവലിംഗ് വീഡിയോ ഒക്കെ കാണുമ്പോഴും എങ്ങനെയാ ഇയാളെ കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടുവിട്ടത് എങ്ങനെയാ? ഇത് തന്നെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുത്തിയത്? ഇല്ലില്ല, വി വർ നോട്ട് ദിസ് നോട്ട് ദീസ് പീപ്പിൾ വെൻ വി മെറ്റ്. അത് ഐ മീൻ ഇറ്റ്സ് ബിൻ വെരി ലോങ് എന്നുള്ളതാണ്. പീപ്പിൾ ചേഞ്ച് അല്ലേ. അത് നമുക്ക് ഒരുപാട് ചെറുപ്പത്തിലെ ഞങ്ങൾ പരസ്പരം അറിയുന്നത് കാരണം വി ലേൺ മെനി തിങ്സ് ടുഗെദർ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് ഒപ്പാണ്. അതുകൊണ്ട് നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഫോം ചെയ്തത് ഏകദേശം അലൈൻഡ് ആണ്. ഒന്നാണെന്നൊന്നും ഞാൻ പറയില്ല, അലൈൻഡ് ആയിട്ടാണ്. സോ ദ കണക്ഷൻ ഇസ് ബെറ്റർ ഓർ സ്ട്രോങ്ങർ ഫോർ അസ് എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ല. നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇതിന്റെ കളി ഇരിക്കുന്നത്. അതായത് ഇവളുടെ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ടെങ്കിലും ഞാൻ എടുക്കണു, എൻ്റെ നല്ല ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവള് എടുക്കണു, നമ്മൾ കാണുന്നവരുടെ നിന്നൊക്കെ നല്ലത് നമ്മൾ എടുക്കണു. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുത്തുന്നു. അതായത് എന്തെങ്കിലും ഒരു അപ്രോച്ചിലോ കാഴ്ചപ്പാടിലോ ഇതുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ട് ഇതിനൊരു സ്വാട്ട് അനാലിസിസ് പോലെ ഇതാണ് നിന്റെ പെർസ്പെക്റ്റീവ്, ദിസ് ഈസ് മൈ പെർസ്പെക്റ്റീവ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇമോഷണലി ചിന്തിക്കാണ്ട് ലോജിക്കലി ഈ രണ്ട് പെർസ്പെക്റ്റീവിൽ ഏതെടുത്താലാണ് നമുക്ക് മുമ്പോട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. അതെ, ഐ മീൻ അത് മേ സൗണ്ട് വിയർഡ്, പക്ഷേ മോർ ലൈക്ക് എ കോർപ്പറേറ്റ് തിങ്. പക്ഷെ നിങ്ങളുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഇതുപോലെ ഓരോരുത്തർക്ക് ഓരോ ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഒരു ന്യൂലി കപ്പിളായിട്ടുള്ള ഒരു ഫാമിലി കൊണ്ടുവന്ന ആൾക്കൊരു പേഴ്സണൽ സ്പേസ് വേണം എന്നത് ഇന്നും അറിയാത്ത ആളുകളുണ്ട്. സോ ഈ പേഴ്സണൽ സ്പേസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ട് ശരിക്കും? അത് പേഴ്സണൽ സ്പേസ് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അത്. ഐ മീൻ ഇറ്റ്സ് എല്ലാവർക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത്രയും എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും കാണാം. പക്ഷേ ഐ നീഡ് മൈ പേഴ്സണൽ സ്പേസ് ആൻഡ് ഹീ നീഡ്സ് ഹിസ്. അത് മനസ്സിലാക്കുക, ബൗണ്ടറീസ് എവിടെയാണെന്നുള്ളത് കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. അത് ചോദിക്കേണ്ടത് വരുന്നത് ഒരു പ്രശ്നമാണ് ആക്ച്വലി ഇപ്പോഴും. ഒബ്വിയസ്ലി സ്പേസ് ചോദിക്കാന്ന് പറഞ്ഞാൽ അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. അതായത് നമ്മൾ കണ്ടറിഞ്ഞിട്ട് എങ്ങനെ, അതായത് ലെറ്റ്സ് സേ വി ഫിഗർ ഔട്ട് അല്ലേ. അതായത് ഇറ്റ്സ് മോർ ലൈക്ക് ഫസ്റ്റ് ടൈം ഒരു ആണും പെണ്ണും കണ്ട് ഇൻ ദ ഫസ്റ്റ് ഡേറ്റ് ഹൗ ദേ ഡു 2 steps up 1 step back. സോ അങ്ങനത്തെ ഒരു കരുതലിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് എവറിത്തിങ് ബിക്കംസ് ഈസി. ആ ഒരു ലോജിക്കലി നിങ്ങൾ എല്ലാ കാര്യത്തിനും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫും ബിക്കംസ് മോർ കംഫർട്ടബിൾ. ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ടി വരില്ല ഇഫ് എവറി വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു മീൻ. അത് വാട്ട് ഈസ് യുവർ സറൗണ്ടിങ്, വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ ദെയർ എന്നുള്ളതും വലിയൊരു ഫാക്ടർ തന്നെയാണ് അതിനകത്ത്. ഇപ്പം ഞാൻ ഭയങ്കര കൗതുകത്തോടെ കണ്ടത് ഈ പറഞ്ഞ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല, ഞാൻ ആനിവേഴ്സറിന് ഗിഫ്റ്റ് കൊടുക്കാറില്ല. അത് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി അതൊരു കറക്റ്റ് ആണോ? അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ആനിവേഴ്സറി ഡേറ്റ് മറന്നാൽ തന്നെ വീട്ടിൽ വഴക്കാണ്. ശരിക്കും ആ ഒരു സംഭവം നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ആ ഒരു ഐഡിയ? ഞങ്ങൾക്കത് പണ്ടോട്ടേ എനിക്കും വലിയ താല്പര്യമില്ല, ഇവന് അത്രയും താല്പര്യമില്ല. ബർത്ത്ഡേസ് നമുക്ക് ഓർമ്മ ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാൽ. അമ്മ പറയുമ്പോഴാണ് മിക്കവാറും ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാറ് പിറന്നാളാണെന്നുള്ളത്. നമുക്കതൊരു വിഷയം, ഐ മീൻ എന്താ അതിൻ്റെ ആവശ്യം എന്നുള്ളത് എനിക്ക് ഇതുവരെ സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. വൈ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി റോങ്. പക്ഷെ എൻ്റെ ഒരു ചിന്തയിൽ എന്തിനാണ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത്. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ സന്തോഷിക്കാനായിട്ട് ഉണ്ടാവുമല്ലോ. അതെ,
അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡേ ഫോക്കസ് ചെയ്തിരിക്കുക, അത് ആലോചിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വേറെ ടെൻഷൻ. അതായത് ഇനിയിപ്പോ എനിക്ക് എപ്പോഴും വലിയ പിടുത്തമില്ല കേട്ടോ എന്നാണ് ഇതിന്റെ ആനിവേഴ്സറി. ഡേറ്റ് രണ്ടുപേർക്കും ഇവക്കറിയായിരിക്കും. ഷീ ഈസ് ബിറ്റ് മോർ ഇൻ ടു നമ്പേഴ്സ്. ആ പെർട്ടിക്കുലർ ദിവസം ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ ഡേറ്റ് ഒക്കെ എനിക്കറിയാം. ഞങ്ങൾ ഇടയ്ക്ക് കളിയൊക്കെ ചെയ്തിട്ടു. ഇടയ്ക്ക് മറ്റേ ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാരും അതായത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വരില്ല, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങോട്ട് ഓക്കെ ഇന്നാ നമ്മുടെ ബർത്ത്ഡേ. അത് ഇന്റൻഷനലി അല്ല, ഞങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ്. അതായത് ഈ വല്ലാണ്ട് ഒച്ചയും ബഹളവും, അതായത് അങ്ങനെ ഒരു കുറെ ആൾക്കൂട്ടം അങ്ങനത്തെ ഒരു പരിപാടിനോട് പൊതുവെ താല്പര്യമില്ല. രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് മറ്റേ പരിപാടിയും പിടിക്കും, അതായത് ഫ്രണ്ട്സ് ഒക്കെ വന്ന് ജിൽ പരിപാടിയും പിടിക്കും. ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് പബ്ബിൽ പോവാം, രണ്ട് ഒരു നിങ്ങളുടെ വീട്ടിന്റെ ബാൽക്കണിയിൽ ചുമ്മാ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് കംഫർട്ടബിൾ ആയിട്ടെന്നാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പരിപാടി പിടിക്കും. ഇപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് ആദ്യമായിട്ടല്ല വരുന്നത്. ഇവിടെ ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്കൊന്ന് പോയി കാണാം. ട്രാവലിങ്ങിന് റോഡ് ട്രിപ്പാണ് നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യാന്ന് ഞാൻ കേട്ടു. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി എത്രത്തോളം എക്യുപ്പേർഡ് ആയിരിക്കണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്? അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഓവർലാൻഡിങ് ചെയ്യുന്നുണ്ടോ അതോ ജസ്റ്റ് ഒരു യാത്രയാണോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പരിപാടി. നമ്മളിപ്പോൾ വെറുതെ ഇപ്പം ജസ്റ്റ് എല്ലാവരും പോകുന്ന പോലെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ആൻഡ് ദെൻ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് നിങ്ങളൊരു കാറിനെ അല്ലെങ്കിൽ യുവർ വെഹിക്കിളിനെ കാണുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ഡു മച്ച്. ജസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, മെയിൻറ്റൈൻഡ് ആയിരിക്കണം വണ്ടി എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളത്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ കൂടി റിമോട്ടായിട്ട് ട്രാവൽ ചെയ്യുന്ന കാരണമാണ് ഈ പറയുന്ന സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യേണ്ടി വരുന്നത്. അല്ല യു ജസ്റ്റ് ട്രാവലിംഗ് ത്രൂ ദ ഹൈവേ മേജർ സിറ്റീസ് ഒക്കെ നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ക്യാരി എനിത്തിങ്. അടുത്ത സർവീസ് സെന്ററിൽ കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്തു തരും. ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും, അതായത് ഇഫ് യു ഹാവ് ടു ചൂസ് എ പ്ലേസ്, അതായത് ഞങ്ങൾ ചിലപ്പോൾ ജാർഖണ്ഡ്, UP, ബീഹാർ, മധ്യപ്രദേശ്, അതായത് ഈ ഒരു ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇഷ്ടം. അതായത് ഒരു ടൂറിസ്റ്റ് ഇൻഫ്ലുവൻസ് അധികം പോപ്പപ്പ് ഇല്ലാതെ, ഇപ്പൊ പഞ്ചായത്ത് സീരീസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു വൈബില് ഇന്നേ വരെ അങ്ങനത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും ഇന്ത്യയിൽ എന്നുള്ളതാണ് അതിനകത്തുള്ള. അധികം ആൾ ബഹളങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ആരധികം പോവാത്ത ബഹളം ഉണ്ട് അവിടെ, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഹളം അല്ലാന്ന് മാത്രം. കുറെ കൂടി ഒരു റൂറൽ, കുറച്ചും കൂടി റോ ആയിട്ടുള്ള മനുഷ്യരെ കാണാൻ പറ്റും. ഒരുപാട് ഫസാഡ്സും മാസ്കുകളും ഇല്ലാത്ത മനുഷ്യര്. ഈ ട്രാവൽ ചെയ്യുമ്പോൾ ആളുകളുടെ ആറ്റിറ്റ്യൂഡും കൂടെ നമ്മൾ കാണുമല്ലോ. എത്രത്തിൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്? ഓരോ മനുഷ്യരും ഓരോ ഡിഫറൻസ് ആയിരിക്കും. ആറ്റിറ്റ്യൂഡ് നമ്മളെ തന്നെ ഇഷ്ടമാണ് ആൾക്കാർക്ക്. അതായത് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എല്ലാവരും അങ്ങോട്ട് പോയി വർത്താനം പറയുകയെ. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മൾ ഇത് ലേഡീസിനൊക്കെ ഉള്ള പ്രശ്നം, ഒരാളിപ്പോൾ സ്റ്റെയർ ചെയ്യണു, യു ഫീൽ അൺകംഫർട്ടബിൾ അല്ലേ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചേട്ടാ, ഇപ്പൊ നമ്മൾ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കണോ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ആൾക്കാരെ കണ്ട കാരണം വി ക്യാൻ ജഡ്ജ് പീപ്പിൾ ഈസിയർ നൗ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കാണാനുള്ള ഒരു ഹാർഡ് ലുക്കേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ കൗതുകത്തിൽ നോക്കുന്നതായിരിക്കും 80% ആൾക്കാരും. ആൻഡ് ദേ ഡോണ്ട് നോ അത് അങ്ങനെ എന്താ പറയാ, സ്റ്റെയർ ചെയ്യുന്നത് കുറച്ച് റൂഡായിട്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാർ കാണാന്നുള്ളത് അവർക്ക് ജെനുവിൻലി അറിഞ്ഞുകൂടാന്നുള്ളതുകൊണ്ടാണ് അവർ സ്റ്റെയർ ചെയ്യുന്നത്. നമ്മൾ മിറർ ആൻഡ് ഒരു പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് എന്താണോ അതിനനുസരിച്ച് നമ്മള് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്താൽ പ്രശ്നമില്ല. നമ്മള് വീട്ടിലുള്ള പോലെ അല്ല യാത്ര ചെയ്യുന്നത്. രണ്ടാണ്. ഇപ്പൊ അവര് നമ്മള് കേരള പീപ്പിളിനെ കാണുന്ന രീതിയിൽ, കേരളത്തിനാണ് വരുന്നതെന്ന് അറിയുമ്പോ അവരുടെ റെസ്പോൺസ് എങ്ങനെ ശരിക്കും? അവര് കേരളത്തിലെ ജനങ്ങളെ ഹിമാചൽ സൈഡിലൊക്കെ മലയാളികൾ ഇഷ്ടമാണ്. പിന്നെ അതിലൊരു കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് അവയർ അല്ലാത്ത ആൾക്കാർ ഉണ്ട്. കേരളം അവർക്ക് അറിയുള്ളൂ. ഒന്നിച്ചൊരു സൗത്ത് ഇന്ത്യ എല്ലാം അല്ലാണ്ട് അതിനകത്ത് തമിഴ്നാട്, കേരള, കർണാടക അങ്ങനെയൊന്നും അറിയില്ല. സൗത്ത് നിന്ന് ആൾക്കാരെന്ന് പറയുമ്പോ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പൊതുവിൽ എപ്പോഴും കിട്ടിയിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹമ്പിൾ ആണ് സൗത്തിലുള്ള ആൾക്കാർ. അതായത് ഇപ്പൊ തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, കേരളം പ്രത്യേകിച്ചും, ഐ മീൻ വി പീപ്പിൾ ആർ റിയലി ഹമ്പിൾ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലെറ്റ്സ് സേ നോർത്തിലൊക്കെ കുറച്ചും കൂടി ഡിമാൻഡിങ് ആണ് ആൾക്കാർ. ഡെയിലി കോൺവെർസേഷൻസ് അങ്ങനെയാണ്.
വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനെ സംസാരിക്കും. നമ്മൾ അങ്ങനെ സംസാരിക്കും, നമ്മളൊന്ന് വളഞ്ഞു ശരിയാ, അവർക്ക് കേട്ടാവുന്നുണ്ടോ അപ്പൊ obviously അവർക്ക് നമ്മളോട് അങ്ങനെ ഒരു ദേഷ്യമൊന്നും തോന്നില്ല. നമ്മുടെ സംസാരം വളരെ നല്ല നല്ല രീതിക്ക് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എപ്പോഴും കാണുള്ളൂ. ഇപ്പൊ ഈ നമ്മുടെ കപ്പിൾസ് പ്രത്യേകിച്ച് ഈ ഫൈറ്റ് ഒരു ലൈഫിലൊരു പാർട്ട് ഓഫ് ആണ്. ഈ ട്രാവലിംഗ് കൂടെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് സൈഡ് മാറിയിരിക്കാം വഴക്കൊക്കെ കൂടുമ്പോൾ, ഈ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഈ വഴക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾ അത് മാനേജ് ചെയ്യാം? പൊതുവെ തല്ലൂടെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് തല്ലൂടുക? അല്ല, ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും. പക്ഷെ ഡിസഗ്രിമെന്റ്സിന് ഒരു എന്താ പറയാ ഫൈറ്റ് മോഡിലല്ല, അതിന് കുറച്ചും കൂടി അനലിറ്റിക്കൽ മോഡിലാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുക. അപ്പൊ അതൊരു എന്താ പറയാ തെറ്റി മാറിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരില്ല. ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. അപ്പോളജൈസ് ചെയ്യേണ്ട ഒരാളുണ്ടെങ്കിൽ ഞാൻ അപ്പോ അന്ന് ഇല്ലെങ്കിൽ 10 മിനിറ്റ് മുന്നേ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ അങ്ങനെ അല്ലായിരുന്നു പറയണ്ടായിരുന്നു നമ്മൾ അപ്പൊ തന്നെ പറയും. അത് വെച്ചോണ്ട് നടക്കില്ല മനസ്സിലൊന്നും. ഓക്കേ, ചിലപ്പോ നമ്മൾ റീൽസ് കാണുന്ന വെച്ചാൽ നമ്മളൊരു യാത്ര തുടങ്ങണം അപ്പൊ തന്നെ അടി രണ്ട് സൈഡിൽ ഇരിക്കുന്നതായിരുന്നു. പക്ഷെ ഒരു ഐഡിയൽ കപ്പിളാണ് നിങ്ങൾ ഒരു മേക്കോറിച്ചത്. ശരിക്കും നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ തന്നെ പണിയെടുത്ത് കാശുണ്ടാക്കി ഞങ്ങൾ തന്നെ നടത്തി. ഓ നൈസ്, അത് എനിക്ക് വളരെ പ്രിയമുള്ള കാര്യം. അത് വേറെ ആൾ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. ഞങ്ങള് ലിവിങ് ടുഗദർ ആയിരുന്നു ഒരു 12 കൊല്ലം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നു, കല്യാണം കഴിച്ചു, ഞങ്ങളുടെ വീട്ടിൽ തന്നെ പോയി. അങ്ങനത്തെ പരിപാടിയായിരുന്നു. ഒരു വിചിത്രമായ ഇപ്പൊ സ്വന്തമായിട്ട് കല്യാണം നടത്തുക അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം നടത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫാമിലീസ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. ആ സമയത്തും അത് വന്ന് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഫൈറ്റ് തന്നെയായിരിക്കും. അതെങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ മാനേജ് ചെയ്തത്? അങ്ങനെ നമ്മുടെ പേഴ്സണൽ ലൈഫില് ഇടപെടാറില്ല പൊതുവെ. അത് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അങ്ങനെ ഒരു ഭയങ്കര സ്റ്റീരിയോടിപ്പിക്കൽ പാരന്റ്സ് അല്ല, എന്റെ അല്ല ഇവന്റെ അല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈസിയർ നമ്മുടെ ചോയ്സസിനെ അവർക്ക് റെസ്പെക്ട് ചെയ്യാനും ഈ പറഞ്ഞ ഫിസിക്കൽ സ്പേസ് ആൻഡ് പേഴ്സണൽ സ്പേസസ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബോധമുള്ള അച്ഛനും അതാണ് പോയിന്റ്. അല്ല, അവർക്ക് ടെൻഷൻ കുറവല്ലേ. മറ്റേതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെന്തേലുമൊക്കെ പൊട്ടത്തരം ചെയ്യോ അങ്ങനത്തെ ചിന്തയില്ല. ആ ഒരു ഉറപ്പായിരിക്കും മേ ബി. അതായത് ദേ ബിലീവ് us, അതായത് ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വേണ്ട പോലെ ഈ ചെയ്തോ എന്ന് പറയുള്ളൂ. അതായത് ഈ പറഞ്ഞ പോലെ അതിനുള്ള ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യണം. അതെ, ഇപ്പൊ സംസാരിക്കും പോലും പല കാര്യങ്ങളും നമുക്ക് പുതിയ തോട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ് നിങ്ങളുടെ വീഡിയോസിലും ഞങ്ങൾ കാണുന്നത്. അത് തന്നെയാണ് ആളുകൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നത്. ഈ എഡിറ്റിംഗ് ക്യാമറ ഒക്കെ നമ്മൾ രണ്ടുപേരും കൂടിയും ഒരു റഗ്ഗിലിരുന്നിട്ട് അല്ലെങ്കിൽ കാറിലിരുന്ന് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡിയോ സെറ്റപ്പ് ഓഫീസ് സെറ്റപ്പ് അങ്ങനെയൊന്നും ഇല്ല. നമ്മള് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് എല്ലാരും. ഇത് ഞങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതല്ല. അതായത് ഞങ്ങൾ യാത്ര ചെയ്തെന്ന് പറഞ്ഞില്ലേ 3 കൊല്ലം, അതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റിൽ വെച്ചിട്ട് വി ജസ്റ്റ് ഗോട്ട് ലോസ്റ്റ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിനും ഒരുപാട് വിട്ടുപോയി. ഞങ്ങളുടെ അച്ഛൻ അമ്മ എല്ലാം വിട്ടിട്ട് ഞങ്ങൾ വേറൊരു ഒറ്റപ്പെട്ടു പോയി. ഒരുപാട് ദൂരായി പോയി. ഭയങ്കരമായിട്ട് ശരിക്കും റിയലി ഒറ്റയ്ക്കായി പോണ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഫ്ലിപ്പായി പോകും ഏത് മനുഷ്യനായാലും. അപ്പൊ അതിന്നൊരു വേറൊരു പെർസ്പെക്റ്റീവ് എന്നുള്ള നിലക്കാണ് നമ്മുടെ സ്റ്റോറി നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ചിന്തയില്. 1.5 കൊല്ലം ഹിമാചലിൽ പോയി താമസിച്ചിട്ടുണ്ട്. അതായത് വി തോട്ട് നോ, അതായത് ഞങ്ങൾ വിചാരിച്ചു ഇനി ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഹിമാചലിൽ താമസിക്കാം. ഒരു മലയുടെ മുകളില് ഒരു ബിഫോർ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷുകാർ പണിതൊരു വീടുണ്ടായിരുന്നു. അതെടുത്ത് റീസ്റ്റോർ ചെയ്തിട്ട് വി ജസ്റ്റ് ലിവ് ദേർ ഫോർ 1.5 years. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 4-5 ആൾക്കാർ കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടില്ല ഒരു 1.5 കൊല്ലം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ തോന്നുന്നതൊക്കെ പിന്നാലെ പോയിട്ടേ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് വിട്ടു പോകുമ്പോ പിന്നെ നമ്മൾ തിരിച്ചതിലേക്ക് വരേണ്ടി വരുമ്പോൾ ഉള്ളൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് പേടിച്ചിട്ടാണ് നമ്മൾ മൂന്നാമതൊരാൾ സംസാരിക്കല്ലേ എത്ര വെച്ചിട്ട് നമ്മളിങ്ങനെ അതൊരു കൊള്ളാത്ത പരിപാടിയായിരുന്നു. അതായത് ഒരു ആരെങ്കിലേക്കായിട്ട് സംസാരിക്കാന്നുള്ള രീതിയിലാണ് അങ്ങനെ തുടങ്ങണത്. അതുകൊണ്ട് ഇപ്പൊ ചോദിച്ചത് കേൾക്കാൻ ഇപ്പൊ ഒത്തിരി ആളുകളായി അല്ലേ? വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഒത്തിരി ആളുകൾ നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ ട്രാവലിന്റെ കൂടെ തന്നെ വരികയാണ്. നിങ്ങളുടെ അത് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഇടയ്ക്ക് തോന്നില്ല. അതായത് ചിലപ്പോ ഞാൻ മാത്രമാവും ഇങ്ങനെ, അതായത് എന്താ ബാക്കി ആൾക്കാർ ഇങ്ങനെ നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ആദ്യമൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ലെറ്റ്സ് സേ ഹൗ ഡു പീപ്പിൾ ടേക്ക് ഇറ്റ്, ചിലപ്പോ ഇന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല, നമ്മൾ വലിയ സംഭവം എന്നൊക്കെ തോന്നില്ലേ. അതൊക്കെ വെറുതെ. അതായത് there are so many people
ഹു ആർ ജസ്റ്റ് ലൈക്ക് യു. അതായത് നമ്മുടെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സെൻസ് കിട്ടുന്നോണ്ടാണ് ആൾക്കാർക്ക് ഇപ്പം ഞങ്ങളുടെ കണ്ടന്റ് അല്ല ഏത് കണ്ടന്റിനോടും താല്പര്യം തോന്നുന്നത്. നമ്മുടെ വ്യൂ പോയിന്റിനോട് യോജിക്കുന്ന ആൾക്കാർ മേ ബി പേഴ്സണലി അറിയില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ തോട്ട് പ്രോസസ് ഒന്നാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ആ ഒരു ഫോളോയിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അതിൽ നിന്ന് വരുന്നത്. സത്യം. Just നിങ്ങളെപ്പോലെ 6 ലക്ഷം ആളുകളുണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മളെല്ലാവർക്കും കമന്റിന് റിപ്ലൈയും കൊടുക്കും. അതായത് ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ മെസ്സേജിനും റിപ്ലൈയും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഐ മീൻ wherever we go there are people അതായത് who just come have a chai chill for some time. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഒരു ചാനൽ എന്നുള്ളതിനേക്കാളുപരി ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളൊരു എസൻസിലാണ് അത് ഫോം ആയത്. അത് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ അങ്ങനെ തന്നെ പോകണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരായിട്ട് ഈ എണ്ണങ്ങൾ കൂടട്ടെ, ഒരു വലിയൊരു കമ്മ്യൂണിറ്റി എടുത്ത് മാറട്ടെ എന്ന് ഞാനും കൂടെ വിഷയമാണ്. അപ്പം യാത്രകൾ ചെയ്യാം, കൂടെ ഞങ്ങളും വരുന്നുണ്ട് കൂടെ. അപ്പൊ ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം. യൂട്യൂബ് ചാനലും സജീവമാണ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പൊ സംസാരിക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് കാണാം എന്നൊക്കെ ആഗ്രഹിക്കണം, ചിന്തിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പൊ യാത്രകൾ പോവാ, കൂടെ ഞങ്ങളുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.